അത്യാധുനിക ഹെവി വെയ്റ്റ് ടോർപിഡോ പരീക്ഷണത്തിനൊരുങ്ങുന്നു. കടലിലെ ശത്രുപരമായ അന്തർവാഹിനികളെയും കപ്പലുകളെയും തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സ്വന്തം ഹെവി വെയ്റ്റ് ടോർപിഡോ ആണ് ഇപ്പോൾ പരീക്ഷണത്തിനായി ഒരുങ്ങുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ കരുത്ത് 10 മടങ്ങായി വർദ്ധിക്കുമെന്നതിലും സംശയമില്ല. മാത്രമല്ല, കടലിലൂടെ വരുന്ന ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുവാനും ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് വാസ്തവം. 6.4 മീറ്റർ നീളമുള്ള ഈ ഇലക്ട്രിക് ടോർപിഡോയ്ക്ക് കരുത്തു പകരുന്നത് അതാകട്ടെ സിൽവർ ഓക്സിഡൈസ്ഡ് ബാറ്ററികളാണ്. മാത്രമല്ല, വരുണോസ്ത്ര പോലുള്ള മുൻ തലമുറ ടോർപിഡോകളെക്കാൾ കൃത്യതയാർന്ന ലക്ഷ്യം ഭേദിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. ഇതിനായി തന്നെ പേരിട്ടിരിക്കുന്നത് തക്ഷക് എന്നതാണ്. ഇതിനായി RLG അടിസ്ഥാനമാക്കിയുള്ള ഇനേർഷ്യൽ നാവിഗേഷനും അതുപോലെ GPS നാവിക് ഗൈഡൻസ് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്തർവാഹിനികൾക്കായി തന്നെ ഫൈബർ ഒപ്റ്റിക് ഗൈഡൻസ് പതിപ്പും കപ്പലുകൾക്കായി തന്നെ സ്വന്തം നിയന്ത്രിത പതിപ്പും അവിടെ തക്ഷകിനുണ്ട്. അന്തർവാഹിനിയുടെ ഒരു സെൻറ്ററുകളുടെ ഫയൽ കൺട്രോൾ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ടോർപിഡോയോ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഗൈഡൻസ് സോഫ്റ്റ്വെയർ സഹായകരമാവുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ ഹാർബറിൽ വെച്ചുള്ള ഡ്രൈ വെറ്റ് ടെസ്റ്റുകൾ നടക്കും. തുടർന്നുകൊണ്ട് 2027 കൂടി തന്നെ യഥാർത്ഥ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പഴയ കപ്പലുകളോ അല്ലെങ്കിൽ കടലിനടിയിലോ ഉള്ള ലക്ഷ്യങ്ങളെയോ അതിൽ പരീക്ഷണം പൂർത്തിയാക്കിയ ശേഷമാകും തക്ഷകിനെ ഔദ്യോഗികമായി തന്നെ സേനയുടെ ഭാഗമാക്കാൻ കഴിയുന്നത്. 2026 അവസാനത്തോടു കൂടി തന്നെ കാൽവാരി ക്ലാസ് അന്തർവാഹിനികളിൽ നിന്നാകും ഇവിടെ പരീക്ഷണം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിലുള്ള നേവൽ സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറിയിലാണ് തക്ഷക് ടോർപിഡോ വികസിപ്പിച്ചെടുക്കുന്നത്. അന്തർവാഹിനികളെയും കപ്പലുകളെയും തകർക്കാൻ ശേഷിയുള്ള ഈ ഇലക്ട്രോണിക് ഹെവി വെയ്റ്റ് ടോർപിഡോയ്ക്കാകട്ടെ 6.4 മീറ്റർ നീളമാണുള്ളത്. സിവിൽ ഓക്സിഡൈസ്ഡ് ബാറ്ററികളാണ് ഇതിന് ഊർജം പകരുന്നത്. ഇതിലാകട്ടെ റിംഗ് ലേസർ ഗ്രയോസ്കോപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഇനേർഷ്യൽ നാവിഗേഷനും ഇതിൽ വ്യക്തമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യ മുൻപ് വികസിപ്പിച്ച മറ്റ് വർണ്ണോസ്ത്ര പോലുള്ള ടോർപിഡോകളെക്കാൾ കൃത്യതയാർന്ന ലക്ഷ്യം ഭേദിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു എന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാതെ തന്നെ ടോർപിഡോകളെ വിക്ഷേപിക്കാവുന്ന സിം ഔട്ട് വിക്ഷേപണ സംവിധാനമാണ് തക്ഷകിനായി തന്നെ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ വിക്ഷേപണ സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം വളരെ കുറയ്ക്കുവാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനോ ഇതിന് സാധിക്കും. ടോർപിഡോകൾ വിക്ഷേപിക്കുന്ന ശബ്ദത്തിലൂടെ തന്നെ ശത്രുവിൻ്റെ യുദ്ധ കപ്പലുകളെയും അന്തർവാഹിനികളെയും അല്ലെങ്കിൽ അതിലേക്കുമുള്ള ഒരു സോണർ സംവിധാനങ്ങൾ നമ്മുടെ അന്തർവാഹിനികളെ കണ്ടെത്താതിരിക്കാനാണ് ഈ ഒരു സംവിധാനം കൂടുതലായി തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. കാൽവാരി ക്ലാസ് അന്തർവാഹിനികളിൽ ദീർഘനേരം തന്നെ സമുദ്രത്തിനടിയിൽ തുടരാൻ സഹായിക്കുന്ന എയർ ഇന്റർസെപ്റ്റഡ് പ്രൊഫഷണൽ സംവിധാനം ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇതിലൂടെ തന്നെ. അതുപോലെ തന്നെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി തക്ഷക് പരീക്ഷണത്തിനായുള്ള സിം ഔട്ട് സംവിധാനവും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 2024 ഡിസംബറിൽ പ്രതിരോധ മന്ത്രാലയം നേവൽ ഗ്രൂപ്പുമായി ഒപ്പിട്ട കരാർ പ്രകാരം തക്ഷക് ആകട്ടെ തക്ഷക് ടോർപിഡോകളുടെ ഗൈഡൻസ് ആൻഡ് സോഫ്റ്റ്വെയറിനെ കാൽവാരി അന്തർവാഹിനികളെ ഇതിലൂടെ തന്നെ വലിയ രീതിയിൽ ഒരു ടാക്കിൾ, അതായത് സബ്മറൈൻ ടാക്കിൾ ഇൻ്റഗ്രേറ്റഡ് കോമ്പാക്ട് സിസ്റ്റം ഇതിൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത് വികസിപ്പിക്കാനായി തന്നെ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.